നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത് കാട ചട്ടി മസാലയാണ്. അപ്പൊ അതിന്റെ ചേരുവകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ നമ്മളതിന്റെ ചേരുവകളാണിത്: ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി. പിന്നെ കഴിഞ്ഞിട്ട് ഉണക്കനാരങ്ങ, മല്ലി, കറാമ്പട്ട, കറാമ്പൂവ്, ഏലക്ക, പിന്നെ സ്റ്റാർ, ഇത് തക്കോലം. ഇതാണ് നിങ്ങള്. പിന്നെ ഉള്ളത് കാട. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചതാണ് മല്ലിച്ചപ്പ്, വേപ്പിൻ്റെ ഇല. പിന്നുള്ളത് മസാലകളാണ്, അതിലെ ചേരുവകൾ മസാലകൾ. കാട ചട്ടി മസാലക്കുള്ള കാട ഞങ്ങൾ ചട്ടിയിലിടാൻ പോവാണ്. അത് റെഡി. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോണത് ഉള്ളിയാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി കേട്ടോ. പിന്നെ ഇടാൻ പോണത് തക്കാളിയാണ്. ഇഞ്ചിയാണ്. ഇഞ്ചി ഇങ്ങനെ കേട്ടോ, വലുതാ. പിന്നെ വെള്ളുള്ളി. ഈ ഐറ്റാണ് വെള്ളുള്ളി. ഇതേപോലെയാണ് ഇത് കട്ട് ചെയ്ത്. പിന്നെ നമ്മൾ പച്ചമുളകാണ് കേട്ടോ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടാൻ പോണത് ഉണക്ക നാരങ്ങ, പിന്നെ മല്ലി, പച്ചമല്ലി, കറാമ്പട്ട, കറാമ്പൂ, ഏലക്ക, പിന്നെ തക്കോലം. ഇതാണ് ഇടാൻ പോകുന്നത്. സ്റ്റാർട്ട്. അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കേട്ടോ. പിന്നെ ഇടാൻ പോകുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഓക്കെ. കുറച്ച് ചിക്കൻ മസാല ഇട്ടത്, ഒരു സ്പൂൺ ചിക്കൻ മസാല. ഗരം മസാല എന്ന് പറഞ്ഞ സാധനം, ഏലക്ക, പട്ട, പൂ, ജാതിക്ക, ജാതിപത്രി, സാജീരൊക്കെ കൂടെ കൂട്ടി പൊടിച്ചതാണ്. അപ്പൊ ഞാൻ ഇതിലിടാൻ പോലെ ചാട്ട് മസാല എന്ന് പറഞ്ഞ സാധനം, ചാട്ട് മസാല. ശകലം മതിട്ടാ, ഒരു അര ടീസ്പൂൺ. അപ്പൊ കുറച്ച് ജീരകപ്പൊടി ആട്ടോ, നല്ല ജീരകത്തിന്റെ പൊടിയാണ്. അടുത്തതായിട്ട് കസ്തൂരി മെത്തിയാണ് ഇടുന്നത്. അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നത് കേട്ടോ. ഇതിന്റെ കൂട്ടുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അവസാനമായിട്ടാണ് കുറച്ച് ഓയിൽ ഒഴിക്കുന്നത്. മല്ലിച്ചപ്പാണ് അടുത്ത. അപ്പൊ അത്യാവശ്യം വെള്ളം നിങ്ങൾക്ക് കണക്കാക്കിയിട്ട് ഒഴിക്കട്ടോ. ഏകദേശം ഒരു 2 ഗ്ലാസ് കണ്ടിട്ട് വെള്ളം എടുത്താൽ മതി. 2 കാടേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ചട്ടി കാട മസാല ഞങ്ങൾ ദമ്മിലാണ് എടുക്കാൻ പോട്ടാ. അപ്പൊ ചട്ടിന്റെ ഓരോ സൈഡിൽ ഞങ്ങൾ മൈദമാവ് നല്ല ഇതേപോലെ ചെയ്തിട്ട് പൊട്ടിക്കുന്നുണ്ട്. മൈദമാവ് നേരെ നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ഞങ്ങൾ മൂടിയിട്ട് കമത്തിയാണ്ട് മൂടുന്നില്ലേ. നീ പൊള്ളിയായി. ആവി എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ദമ്മായിട്ടുണ്ടല്ലോ, ഒരു ആവി പോലും പുറത്തേക്ക് പോവാത്ത രീതിയിലാണ് നമ്മൾ കാട ചട്ടി മസാല തയ്യാറാക്കാനുള്ള നമ്മള് കരി കത്തിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത് കേട്ടോ. അപ്പൊ ആ കരിന്റെ മേലെ നമ്മൾ ചട്ടി വെക്കുന്നുണ്ട്. കരിന്റെ മേലെ ചട്ടി വെച്ച് ഇങ്ങനെ കിടന്നിങ്ങനെ ദമ്മാവും. TPM കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാവണമെങ്കിൽ 1 മണിക്കൂർ ആവട്ടാ. 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ബ്രേക്ക്. അപ്പോൾ നമ്മുടെ ഐറ്റം എത്തി. ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ്. നിറച്ച കോഴിട്ടോ ദമ്മാക്കിയിട്ട് നമ്മളിപ്പോൾ ചുട്ടെടുത്തതാണ്. ഇതാ ആ മൈദൊക്കെ വെച്ച് ഒട്ടിച്ചത് പതുക്കെ അടർത്തിയെടുത്ത്. വാവ്, എന്തൊരു സ്മെല്ലാന്നറിയും. നല്ല മണം. കാടക്കോഴി ഇട്ടത്, കാടക്കോഴി. നമ്മൾ പ്ലേറ്റിലേക്ക് ആക്കുകയാണ്. പ്ലേറ്റിൽ ആക്കിയിട്ട് നമ്മൾ എല്ലാവരും ടേസ്റ്റ് ചെയ്യും, കഴിക്കും. നല്ല മസാല ഒക്കെ പിടിച്ച് അതിൻ്റെ ഗ്രേവിയൊക്കെ കണ്ടില്ലേ, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ ഐറ്റമാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. കണ്ടോ, ഇത് പൊറോട്ട, ചപ്പാത്തി, അപ്പം എല്ലാറ്റിക്കും യോജിക്കുന്ന ഐറ്റമാണ്. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ ആദ്യമായിട്ട് ഫിറോസ് കഴിക്കുന്നുണ്ട്. ഫിറോസാണ് കാടക്കോയിനെ തൂക്കി പിടിച്ച് കഴിക്കാൻ പോവാണ്. കണ്ടോ, സൂപ്പർ ഐറ്റമാണ്. എല്ലാവരും വായിന്ന് വെള്ളം വരുന്നില്ല. സൂപ്പർ ഐറ്റമാണ് കേട്ടോ, മസ്റ്റ് ട്രൈ. ഫിറോസ് കാടക്കോയിനെ താഴെ ഇറക്കിയിരുന്നു. ചൂടുകൊണ്ട് കൈ പൊള്ളിപ്പോയി. അപ്പോൾ കുബൂസിൽ പിടുത്തം പിടിക്കാൻ പോവാണ് കേട്ടോ. എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ മുഖത്ത് നോക്കിയാൽ അറിയാം ആ എക്സ്പ്രഷൻ. ടേസ്റ്റ് ചെയ്തിട്ട് മുഖത്ത് നോക്കിയാൽ അറിയാം എക്സ്പ്രഷൻ. ഫിറോസ് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, അഫ്സലി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, യൂസ്പാക്ക ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. 3 പേര് നിന്ന് ടേസ്റ്റ് ചെയ്യണം. കണ്ടോ സൂപ്പർ ഐറ്റാട്ടോ. ആ ഗ്രേവിയൊക്കെ കൂട്ടിയൊരു പിടുത്തം പിടിച്ചാണ്ടല്ലോ. സൂപ്പർ. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കണും നടിക്കുക. ഓക്കെ, എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യാം. നമ്മളെ വീഡിയോകൾ